ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ചീസൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിലാണ് ഞാൻ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ ചെറിയ ചൂടുവെള്ളം തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. ഈ മിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഇനി ഈ മൈദയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റും ഷുഗറും മിക്സാക്കിയ വെള്ളത്തിൽ ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ടൈം ആകുമ്പോൾ നമുക്ക് അല്പം എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് ഒരുപാടങ്ങ് ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമായ വൈറ്റ് സോസ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിലൊന്ന് മിക്സായ ശേഷം നമുക്ക് 1/4 കപ്പ് പാൽ കുറേശ്ശെയായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തുകൊണ്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി ഒന്ന് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ വൈറ്റ് സോസ്. ഇനി നമുക്ക് റെഡ് സോസ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ പൊടിയായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 സോസ് ഇവിടെ റെഡിയായി. ഇനി ഞാൻ കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് ക്യാപ്സിക്കം, തക്കാളി, സവാള ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് ഇതാണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇത് ഒന്ന് പരത്തി കൊടുക്കാം. ഞാൻ ഇച്ചിരി കനം കുറച്ചാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇനി ഈ പരത്തി കൊടുത്തത് നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് പൊങ്ങി വരത്തില്ല. ഇനി ഞാൻ പിസ്സയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് സോസും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വെജിറ്റബിൾസും ബീഫും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബീഫിന് പകരം ചിക്കന് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്താലും പിസ്സയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാനിതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ദോശക്കല്ല് ഇതുപോലെ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ പാന് വെച്ച് കൊടുക്കുന്നത്.
ഇനി ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി കിട്ടും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ചീസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിസ്സ തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പിസ്സയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.